ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദനും അങ്കിതയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രീത മേഡം പറഞ്ഞതുപോലെ മീനുവിൽ നിന്നും വേർപെടുത്തുന്ന കുഞ്ഞിന്, അതായത് സ്വന്തം അമ്മയിൽ നിന്നും വേർപെടുത്തുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികളാണ് മുകുന്ദൻ്റെയും അങ്കിതയുടെയും മുന്നിലുള്ളത്. ഫസ്റ്റ് വൺ ബ്രസ്റ്റ് ഫീഡിങ്, അതുപോലെ തന്നെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞിൻ്റെ വാശികൾക്കും ഉറക്കമില്ലായ്മയ്ക്കും ഒക്കെ തന്നെ സ്വന്തം അമ്മയെ പോലെ മറ്റാർക്കും നോക്കാനായിട്ട് കഴിയില്ല എന്ന് പ്രീത മേഡം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കിതയ്ക്ക് നന്നായി തന്നെ ടെൻഷൻ ആവുകയാണ്. മാത്രമല്ല, അങ്കിതയ്ക്ക് കുഞ്ഞിന് കുറച്ചെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് നടത്തണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മീനാക്ഷിയിൽ നിന്നും തൽക്കാലം കുഞ്ഞിനെ പിരിക്കേണ്ട, സറോഗസി നിയമപ്രകാരം പെട്ടെന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട എന്ന് അങ്കിത ഓൾറെഡി തീരുമാനമെടുക്കുകയാണ്. പിന്നെ അതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് പ്രതാപനെയും കൃഷ്ണയെയും കാണാമെന്നൊക്കെ അവർ തീരുമാനിക്കുന്നുണ്ട്. അന്ന് രാത്രി മുകുന്ദനാണെങ്കിൽ ഓരോ ബുക്സൊക്കെ എടുത്ത് വായിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ പരിചരിക്കേണ്ടത് എന്നും അതിൻ്റെ വാശികൾക്കൊക്കെ എങ്ങനെയാണ് ഒരു പരിഹാരം കാണാമെന്നൊക്കെ ഇങ്ങനെ ഓരോരോ ബുക്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിത അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുകുന്ദൻ എന്താണ് ഈ നോക്കുന്നതെന്നും. അത് പിന്നെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ പരിചരിക്കണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയെ പോലെ എനിക്കൊരിക്കലും ആ കുഞ്ഞിനെ പരിചരിക്കാനായിട്ട് പറ്റില്ല. അവളാണല്ലോ 10 മാസം ആ കുഞ്ഞിനെ ചുമന്നത്. അപ്പോൾ പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ, മീനാക്ഷിയുമായിട്ട് നമുക്ക് മലേഷ്യയിലേക്ക് പോവുക. ഇത് കേട്ട് അങ്കിതയുടെ മനസ്സാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. അവൾ പറയുന്നുണ്ട്, അത് വേണ്ട, മുകുന്ദും മീനാക്ഷിയും തമ്മിൽ പരസ്പരം കാണുക, അതും കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും, റിയലായിട്ടുള്ള അച്ഛനും അമ്മയും, അത് ശരിയാവില്ലെന്ന് പറയുമ്പോൾ എന്തൊക്കെ വിഡ്ഢിത്തരമാണ് അങ്കിത നീ ഈ പറയുന്നത്. 53 വയസ്സുള്ള ഞാൻ 23 വയസ്സുള്ള മീനുവിനെ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു അഫെക്ഷനോ എനിക്ക് തോന്നുകയില്ലെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല. മീനാക്ഷി ഒരു പക്ഷേ തയ്യാറെടുക്കും. കാരണം സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനാണ് മുകുന്ദൻ എന്ന് പറയുന്നു. അങ്ങനെ അങ്കിതയ്ക്കാണെങ്കിൽ അതേക്കുറിച്ച് ആലോചിച്ച് ഒത്തിരി ടെൻഷനാവുക. എന്തായാലും കുഞ്ഞിനെ ഇപ്പം നമ്മൾ ഏറ്റെടുക്കുന്നില്ല, നമ്മൾ മലേഷ്യയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് മുകുന്ദ് പറയുന്നുണ്ട്. അപ്പം പിന്നെ എന്ത് ചെയ്യും? ചന്ദ്രമോഹനോട് പറഞ്ഞു ആ കുഞ്ഞിനെ തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന് മീനാക്ഷിയെ അറിയിക്കാമെന്നിങ്ങനെ മുകുന്ദൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമോഹനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അയാളോട് കാര്യങ്ങൾ പറയുകയാണ്. കുറച്ചെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ ഇടണം, അതുകൊണ്ട് തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന്. തുളസിച്ചേട്ടനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയും. അതൊന്നും സാരില്ല, എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുകയാണ്. പിന്നീട് മീനുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ചന്ദ്രമോഹൻ പറയുകയാണ്. ഇത് കേട്ടിട്ട് തുളസിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തന്നെ മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെ ഒരുപാട് ലാളിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമോഹൻ വരുന്ന സമയത്തൊക്കെ അവൾക്ക് പേടി തോന്നുന്നുണ്ട്. അങ്ങനെ തുളസിയാണെങ്കിൽ കാര്യങ്ങൾ വന്ന് മീനാക്ഷിയോട് പറയുന്നുണ്ട് ചന്ദ്രമോഹനും. അത് കേട്ടിട്ട് മീനാക്ഷിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവാണ്. തൻ്റെ കുഞ്ഞിനോടൊപ്പം കുറച്ചുകൂടി നാൾ ഇരിക്കാമല്ലോ എന്നൊക്കെ അവൾ സന്തോഷത്തോടെ ആലോചിക്കുന്നു. എന്തായാലും മീനാക്ഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മുകുന്ദനും മറ്റും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.